ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നെയ്മീൻ പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ചെറിയ നെയ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ, ഒരു 8 കഷ്ണം സ്ലൈസായി എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ നെയ്മീനാണ്. ഇത് നമുക്ക് പൊരിച്ചതുണ്ടാക്കാം. നെയ്മീനെല്ലാം 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി സ്ലൈസായി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്മീൻ അഥവാ ഐക്കൂറ, ഇത് പൊരിക്കുന്നതിന് ആവശ്യമുള്ള മസാലകൾ: കുറച്ച് വെളുത്തുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 ചുമന്നുള്ളി, ഒരു 3 തണ്ട് കറിവേപ്പില, ലാസ്റ്റ് ചേർക്കാൻ വിനാഗിരി, വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. പിന്നെ മസാലപ്പൊടികൾ: കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു നുള്ളി കായത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകം പൊടിച്ചത്, അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ മീനിൽ മസാലയെ പരട്ടണം. മസാല പൊട്ടുന്നതിനായി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഒരു 8 ചുമന്നുള്ളി, 5 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള് കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഉപ്പ് നോക്കിയ ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. കുറച്ച് വിനാഗിരി, ഏകദേശം 1 ടേബിൾ സ്പൂൺ. ഈ വിനാഗിരിയാണ് ഏകദേശം കുറച്ച് വെള്ളം, ഇത് അരയാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. അരപ്പൊക്കെ നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ മീനെടുത്ത് നമുക്ക് മസാല പുരട്ടാം. കൈ കൊണ്ട് തന്നെ പുരട്ടും. ഉപ്പെല്ലാം നോക്കി, ഉപ്പെല്ലാം കറക്റ്റാണ്. വിനാഗിരിയോ നാരങ്ങ നീരോ ചേർക്കുക, ഏത് വേണമെങ്കിലും ചേർക്കാം. എല്ലാ മീനും ഇതുപോലെ മസാല പറ്റി മാറ്റാം.
മീൻ മസാല പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതിന് ശേഷം പൊരിച്ചെടുക്കാം. മീൻ മസാലയൊക്കെ പൊരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, പൊരിച്ചെടുക്കാം. മീൻ പൊരിക്കുന്നതിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. ചുറ്റിച്ച് കൊടുക്കാം. ചൂടാതെ നമുക്ക് മീൻ കഷ്ണം ഓരോന്നായിട്ട് പെറുക്കിയിടാം. ഒരു വശം ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ച് കൊടുക്കാം. മീനെല്ലാം ഒരു സൈഡ് മരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിടാം. കറിവേപ്പിലേക്ക് എല്ലാ സൈഡും നമ്മൾ തേച്ചിട്ട് ഇനി ഇതൊന്ന് മൊരിയട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പൊരിച്ചെടുക്കുന്നതിനായി നമുക്കൊന്നും കൂടെ തിരിച്ചിടാം. അതായത് ഐക്കൂറ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് കോരി. വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. നമുക്ക് കോരി മാറ്റാം. കോരി മാറ്റിയിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് വയ്ക്കാം. മീൻ അഥവാ ഐക്കൂറ പൊരിച്ചത് റെഡി.